പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈശോ ഇന്നത്തെ ദിവസം ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ അഭിഷേകാഗ്നി ശുശ്രൂഷയിലൂടെ ദൈവം ഓരോ കുടുംബത്തിനും വ്യക്തികൾക്കും ചൊരിയുന്ന അനുഗ്രഹം എത്രയോ വലുതാണ്, അത്ര കൃപയാണ്. നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക്, വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ഓട് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച ഒരു സാക്ഷ്യം നമുക്കൊന്ന് കേൾക്കാം. ആ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുട്ടികൾ പരീക്ഷയ്ക്കൊക്കെ തയ്യാറാക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ഇതാ ഒരു കുട്ടി തൻ്റെ ജീവിതത്തിൽ പരീക്ഷയുടെ സമയത്ത് അവന് വന്ന ആ പ്രതിബന്ധത്തിൻ്റെ സമയത്ത് കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കൊടുത്ത ഒരു അനുഗ്രഹം അതവൻ സാക്ഷ്യമായി പറഞ്ഞത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് അമൽ, ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണ് വരുന്നത്. അപ്പം ഞാൻ 1721 ബാച്ചിലാണ് BTech ചെയ്യുന്നത്. അപ്പം ഓൾറെഡി എല്ലാ സബ്ജക്ട്സും ക്ലിയറായി. പക്ഷേ ഒരു സബ്ജക്റ്റ് മാത്രം എത്ര പഠിച്ചിട്ടും പാസ്സാവുന്നില്ല. 4-5 ചാൻസസ് എഴുതി എത്ര കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാലും അത് പാസ്സാവില്ല. അവസാനം നീ എന്താ പഠിച്ചു? BTechോ? BTech പഠിച്ചു. ഒരു വിഷയം ആദ്യം എന്ത് ചെയ്തു? അതായത് കർത്താവിനെ ആശ്രയിച്ച് എന്താ പറയുക, വീണ്ടും പഠിച്ചു നോക്കി. പഠിച്ചു പോയി എഴുതി 5 പ്രാവശ്യം എഴുതിയിട്ടും ജയിച്ചില്ല. അപ്പം ഓൾറെഡി ഞാൻ ആകെ ഡൗണായി, ഡിപ്രഷനായി. അപ്പോൾ അങ്ങനെ എൻ്റെ ഈ പ്രശ്നം അറിഞ്ഞിട്ടാണ് ബാബു അങ്കിൾ, എൻ്റെ പപ്പയുടെ ഫ്രണ്ട് ബാബു അങ്കിൾ പറഞ്ഞു, ഇതുപോലെ നമ്മൾ സെയ്യോനിലായിട്ട് ഒരു 2-ാം ശനിയാഴ്ച ഒരു പ്രാർത്ഥനയുണ്ട്, നീ സെയ്യോനിലേക്ക് വാ, തന്നെ അവിടെ കർത്താവ് രക്ഷിക്കും എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ ആദ്യത്തെ ദിവസം ഞാൻ അച്ഛനെ കണ്ടു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ എത്ര പഠിച്ചിട്ടും പാസ്സാവുന്നില്ല, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കരിയർ ആകെ പ്രശ്നത്തിലാണ്. അച്ഛൻ പറഞ്ഞു, ഇനി പേടിക്കേണ്ട, അടുത്തോടെ നീ എഴുതും, ഉറപ്പായിട്ട് നീ പാസ്സാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് ഞാൻ പോയി എക്സാം എഴുതിയത്. കഴിഞ്ഞ മാസം റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി. ഹല്ലേലൂയ. കണ്ടോ, ഈ മലയിൽ കർത്താവ് എന്ന്
മലയിൽ വന്ന് നിലവിളിക്കുന്നവരോട് കർത്താവിന് ഒരു പ്രത്യേക കരുണയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. 5 പ്രാവശ്യം എഴുതി എന്നിട്ടും രക്ഷയില്ല. അപ്പോഴാണ് കർത്താവിൻ്റെ സന്നിധി വന്ന് കരഞ്ഞ് നിലവിളിച്ചൊരു പ്രാർത്ഥന. നമുക്ക് ആ പ്രാർത്ഥന കണ്ട് ഒരു പ്രാർത്ഥിച്ച് വിട്ടു. കുട്ടി ഇപ്പം എന്തായി, വിജയിച്ച് എന്നൊക്കെ ആ മുഖത്തെ സന്തോഷത്തായിരുന്നു. ഹല്ലേലൂയ. പറഞ്ഞാൽ തീരാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അല്ലേ? സന്തോഷമല്ലേ? അതെ, സന്തോഷമാണ്. ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിന് നന്ദി. ഹല്ലേലൂയ. കാര്യങ്ങൾ ഉയർത്തി കാര്യങ്ങൾ അടിച്ച് തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. സ്തുതിച്ചിടുക മനമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, ദൈവം ഒരു കുട്ടിക്ക് കൊടുത്ത അനുഗ്രഹം, അവൻ്റെ കണ്ണുനീരിന് കർത്താവ് ഉത്തരം കൊടുത്തു. ഇതുപോലെ ഇന്ന് കണ്ണുനീരോടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന കുട്ടികൾ, മുതിർന്നവർ, പല വിധത്തിലുള്ള ആവശ്യക്കാരുണ്ട്. എല്ലാവരും വേഗം എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരൻ, പെട്ടെന്ന് അവർ പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തി പിടിക്കട്ടെ. ആത്മാവിനൊരു ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിലേക്കും അതുപോലെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളിലേക്കെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൂമഞ്ഞ് പോലെ അഭിഷേകമായി ഇതാ വ്യാപരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായ അഭിഷേകം വ്യാപരിക്കട്ടെ. തൂമഞ്ഞുപോലെ പരിശുദ്ധ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്ന് നൽകിടണേ. തൂമഞ്ഞുപോലെ പരിശുദ്ധമാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്ന് നൽകിടണേ. ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ. ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. തൂമഞ്ഞുപോലെ പരിശുദ്ധമാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്ന് നൽകിടണേ. ഈ സൈഡിലേക്ക് കണ്ണടിച്ച് ഒരു കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു. ഭയപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കുക. കൊച്ചുകുട്ടികൾ, മുതിർന്നവരും, +2, SLC എല്ലാ പരീക്ഷാ കുട്ടികളും ഇപ്പോൾ പ്രാർത്ഥിക്കണം. തടസ്സങ്ങളും ബന്ധനങ്ങളും പീഡകളും തകർച്ചകളും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിർവീര്യമാകട്ടെ. പ്രവർത്തിക്കുന്നു. ഇസ്രായേലിനെ അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോൽ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോൽ ഇസ്രായേലിനെ അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോൽ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോൽ ഈ ദാസരിൽ വീശും പാവന റൂഹായി നീ വരണേ. ഈ ദാസരിൽ വീശും പാവന റൂഹായി നീ വരണേ. ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കരങ്ങളെ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കുക. സ്വരമുയർത്തി എല്ലാവരും സ്തുതിക്കുക. എല്ലാ സങ്കടങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ.
എല്ലാ പീഡകളും മാറ്റട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ, ജ്ഞാനം നിറയട്ടെ, അറിവ് നിറയട്ടെ, ബുദ്ധി നിറയട്ടെ. ബുദ്ധിയിൽ എല്ലാ അന്ധകാരം മാറിപ്പോകട്ടെ. ബുദ്ധിയിൽ നിറഞ്ഞിരിക്കുന്ന അന്ധകാരം മാറിപ്പോകട്ടെ. ഭയം വിട്ടു മാറിപ്പോകട്ടെ. എല്ലാ ആകുതി വിട്ടു മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 പരിശുദ്ധാത്മാരാധന, 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 പരിശുദ്ധാത്മാരാധന. ആത്മനദിയായി ഒഴുകണം. കണ്ണുകളടച്ച് ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായിരിക്കാം. കർത്താവിൻ്റെ വലിയ കൃപ ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായി ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, പല വിധത്തിൽ പല ആവശ്യങ്ങൾക്കായി ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരുണ്ട്. പ്രത്യേകമായി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കണം, നമ്മുടെ കുട്ടികൾ പരീക്ഷ എഴുതാൻ റെഡിയാകുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ അവർക്ക് പഠനത്തോടൊപ്പം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണം. പഠിക്കണം, ഒപ്പം ദൈവത്തിൽ ആശ്രയിക്കണം. മറ്റേതെങ്കിലും ചിന്ത നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അത് ദൈവിക ചിന്തയല്ല, അത് പിശാചിൻ്റെ ചിന്തയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ശക്തിയും കൃപയും എന്താണെന്ന് തിരിച്ചറിവ് ഉണ്ടായിരുന്ന ദാവീദ് മറ്റാരേക്കാൾ കൂടുതലുണ്ടായിരുന്നു. ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും അഭിഷേകവും അവൻ കൺമുമ്പിൽ കണ്ട ദാവീദ് ആ ദൈവത്തിൻ്റെ ശക്തിയെ മറന്ന് അവൻ മനുഷ്യരുടെ ശക്തിയെ ആശ്രയിക്കുന്നൊരു സംഭവം ബൈബിളിലുണ്ട്. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ 21-ാം അധ്യായം, അവിടെ ദാവീദിൻ്റെ ഉള്ളിലെ ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ട് പിശാച് കയറി അവനെ മൂടിയിട്ട് പിശാചിൻ്റെ പ്രേരണ അനുസരിച്ച് അവൻ ചിന്തിക്കുകയാണ്, എൻ്റെ രാജ്യത്തിൻ്റെ ശക്തി, അവിടുത്തെ യോദ്ധാക്കന്മാരുടെ ബലം, അവരുടെ എണ്ണം എനിക്കറിയണം. അങ്ങനെ ദാവീദ് ഒരു തീരുമാനമെടുക്കുകയാണ്, ദാവീദിൻ്റെ രാജ്യത്തെ ജനസംഖ്യ കണക്കെടുക്കാൻ. 1 ദിനവൃത്താന്തത്തിൽ 21-ാം അധ്യായം 1-ാമത്തെ തിരുലിഖിതം. സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിൻ്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. പരിശുദ്ധാത്മാവാണോ ദാവീദിനെ പ്രേരിപ്പിച്ചത്? അല്ല, സാത്താൻ. കൃത്യമായി പറയാണ്, സാത്താൻ. അങ്ങനെ ദാവീദിൻ്റെ നിർദ്ദേശപ്രകാരം ദാവീദിൻ്റെ സേനാനായകൻ എന്ത് ചെയ്തു? ആ രാജ്യത്തുകൂടെ എല്ലാം നടന്ന് കണക്കുകളെടുത്ത് കൃത്യമായ ആ കണക്ക് ദാവീദിനെ ഏൽപ്പിക്കുകയാണ്. 1 ദിനവൃത്താന്തത്തിൽ 21-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. 1 ദിനവൃത്താന്തം 21-ാം അധ്യായം 5. യോബാബ്, സേനാനായകനായി യോബാബ് ജനസംഖ്യ ദാവീദിനെ അറിയിച്ചു. ഇസ്രായേൽ യോദ്ധാക്കൾ ആകെ 11 ലക്ഷം, യൂദയായിൽ 4,70,000. ഇത് കേട്ടപ്പോൾ ദാവീദ് ഊറ്റം കൊണ്ടു, എൻ്റെ ശക്തി, എൻ്റെ ബലം, ഇനി എന്നെ തോൽപ്പിക്കാൻ ആരുണ്ട്? ദൈവവും വേണ്ട, ദൈവത്തിൻ്റെ കരങ്ങളും വേണ്ട, ദൈവത്തിൻ്റെ കൃപാ കപടാക്ഷം എനിക്ക് വേണ്ട. കാരണം ഞാൻ ശക്തനാണ്, അംഗബലം ആയുധബലം കൊണ്ട് ഞാൻ ശക്തനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഒരു താക്കീതാണ്. ദാവീദ് ഇങ്ങനെ കണക്കുകൾ എടുത്തു, പക്ഷേ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവം ദാവീദിനെ സന്ദർശിക്കുകയാണ്. എങ്ങനെയാണ് ദൈവം സന്ദർശിച്ചത്? ദാവീദിൻ്റെ അടുക്കിലേക്ക് ദൈവം ഒരു കൊച്ചു പ്രവാചകനെ അയക്കും. അവൻ്റെ പേരാണ് ഗാദ്. ഗാദ് പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, നീ ചെയ്തത് ശരിയായില്ല. നീ ഇത്രയും നാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് ജീവിച്ചൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം വിസ്മരിച്ച് നീ ഇന്ന് ദൈവത്തെ ഉപേക്ഷിച്ച് ധനത്തിൻ്റെ കണക്കെടുത്ത് നിന്റെ ശക്തി നീ കണ്ടെത്തി. അത്
ദൈവത്തിന് ഇഷ്ടമായില്ല. ഗാദ് പറഞ്ഞു. അങ്ങനെ ഗാദ് പറയാണ്, അതുകൊണ്ട് ദൈവം നിനക്കെതിരെ ഇതാ ശിക്ഷ നടത്താൻ പോവുകയാണ്. ഇപ്രകാരമായിരിക്കും കർത്താവ് ശിക്ഷിക്കുന്നത്. നിനക്ക് 3 ശിക്ഷകൾ ഉണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണം നീ അനുഭവിച്ചേ പറ്റൂ. 3 ശിക്ഷ കർത്താവ് നൽകും. ആ 3-ൽ ഒരെണ്ണം ഓപ്ഷനാണ്. 3 ഓപ്ഷൻ. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണെന്നറിയാവോ? 3 വർഷത്തേക്ക് രാജ്യത്ത് ക്ഷാമം ഉണ്ടാകും. ഒന്നാമത്തെ കാര്യം 3 വർഷത്തേക്ക് രാജ്യത്ത് ക്ഷാമം ഉണ്ടാകും. രണ്ടാമത്തേതോ 3 മാസത്തേക്ക് ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണവും നിന്റെ പലായനവും. 3 മാസത്തേക്ക് ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണം, അതുപോലെ നിന്റെ പലായനം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് നിന്ന് തന്നെ നീ വിട്ടുപോകും. 3-ാമത്തെ കാര്യം, കർത്താവിൻ്റെ ദൂതൻ ഊര്യവാളുമായി നിന്റെ രാജ്യത്തിൻ്റെ മുകളിൽ കർത്താവിൻ്റെ ദൂതൻ ഊര്യവാളുമായി നിൽക്കും. അപ്പോൾ ഒരു മഹാമാരി പൊട്ടിപ്പുറപ്പെടും. അങ്ങനെ ദേശം, രാജ്യം ഛിന്നഭിന്നമാകും. ദാവീദ് കരയാൻ തുടങ്ങി. ദൈവമേ ദൈവമേ എന്ന് വിളിച്ച് കരയാൻ തുടങ്ങി. എനിക്ക് തെറ്റുപറ്റിപ്പോയി, സങ്കടമായി, അനുതപിച്ചു, പ്രാർത്ഥിച്ചു. എന്നിട്ട് ദാവീദ് പറയാണ്, മനുഷ്യരുടെ കരം കൊണ്ട് നശിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവം തന്നെ എന്നെ നശിപ്പിക്കട്ടെ. അങ്ങനെ ദാവീദ് 3-ാമത്തെ ഓപ്ഷൻ എടുക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുക? മഹാമാരി പൊട്ടിപ്പുറപ്പെടും, ദേശം മുഴുവൻ തകരും. അങ്ങനെ ഓരോ ദേശം നഷ്ടപ്പെട്ട അവസാനം ജെറുസലേമിനെ ആക്രമിക്കാനായി ദൂതൻ വാളുയർത്തുമ്പോൾ, ദാവീദ് വാളുയർത്തി നിൽക്കുമ്പോൾ ദൈവത്തിന് കരുണ തോന്നുവാണ് ജനത്തോട്. ദൈവം ദൂതനോട് പറയും, നിന്റെ വാൾ ഉറയിലിടുക. അപ്പോൾ ആ മഹാമാരി അവിടെ നിൽക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ദാവീദ് കരഞ്ഞത് കൊണ്ടാണോ, ദാവീദ് കുമ്പസാരിച്ചത് കൊണ്ടോ, പാപം ഏറ്റുപറഞ്ഞത് കൊണ്ടോ, ചാരത്തിലിരുന്ന് ഉപവാസം നടത്തിയത് കൊണ്ടാണോ കർത്താവ് മഹാമാരിയുടെ വാൾ പിൻവലിച്ചത്? അല്ല പ്രിയപ്പെട്ടവരെ. ദാവീദിന്റെ കരച്ചിൽ കൊണ്ടോ, ദാവീദിന്റെ നെടിവീർപ്പ് കൊണ്ടല്ല, ദാവീദിന്റെ മാനസാന്തരം കൊണ്ടല്ല കർത്താവ് ആ വാള് പിൻവലിച്ചത്. മറിച്ച് ദൈവത്തിൻ്റെ കരുണ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങൾ, അത് പരീക്ഷ എഴുതുന്നവരാകട്ടെ, ജോലി ചെയ്യുന്നവരാകട്ടെ, ബിസിനസ് ചെയ്യുന്നവരാകട്ടെ, ഏത് തുറയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ദിവസവും കർത്താവിനോട് ചേർന്ന് നിൽക്കണം. അവൻ്റെ ശക്തി തിരിച്ചറിയണം. ഒപ്പം കർത്താവിൻ്റെ കരുണ ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയാൻ, ഒഴുകാൻ പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതാണ് പ്രഭാഷകന്റെ പുസ്തകത്തില് 2-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള തിരുലിഖിതങ്ങൾ. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിക്കുവിൻ, പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിക്കുവിൻ, പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിന്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ. കഴിഞ്ഞ തലമുറയെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തരായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ തലമുറകള് ചിന്തിച്ചു നോക്ക്, നമ്മുടെ പൂർവികരെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. അവരെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചു. ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അവർ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് വിജയം നേടുമായിരുന്നു. കാരണം നമുക്ക് വിജയം നൽകാൻ, നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പരീക്ഷകളാണെങ്കിലും, കൃഷിക്കാരാണെങ്കിലും, ബിസിനസ്സുകാരാണെങ്കിലും, ഈ ലോകത്തിൽ ജീവിക്കുന്നവർ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മുഴുവനായി കർത്താവിന് ഭരമേൽപ്പിക്കുക. സംഗീത പുസ്തകത്തിൽ 37-ാം അധ്യായം 5-ാമത്തെ തിരുലിഖിതം, സംഗീത പുസ്തകം 37:5, നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന്
നോക്കിക്കൊള്ളും. കണ്ടോ, നിന്റെ ജീവിതം മുഴുവൻ, പരീക്ഷ എഴുതുന്ന കുട്ടികൾ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് ഫലമേൽപ്പിക്കുക. കർത്താവേ, എൻ്റെ പരീക്ഷ ഹോള്, എൻ്റെ ചില വിഷയങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, അതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്ക്. എന്നിട്ട് നിനക്ക് പറ്റുന്നത് പോലെ നീ പഠിക്കുക, നിനക്ക് പറ്റുന്നത് പോലെ നീ വായിക്കുക, നിനക്ക് പറ്റുന്നത് പോലെ നീ ചെയ്യുക. ബാക്കി കർത്താവ് ചെയ്യും. കാരണം ദൈവം കരുണയുള്ള കർത്താവാണ്. പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 33-ഉം 34-ഉം തിരുലിഖിതങ്ങൾ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ഉം 34-ഉം തിരുലിഖിതങ്ങൾ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതിൻ്റെതായ ക്ലേശം മതി. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭയപ്പെട്ടിരിക്കരുത്. എന്താകും അങ്ങനെ വെപ്രാളപ്പെട്ട് നിങ്ങൾ പോയാൽ നിങ്ങൾ പരാജയപ്പെടും. ഒന്നിനും വെപ്രാളം വേണ്ട, ഒരു ആദിയും വേണ്ട, ഒരു ഉത്കണ്ഠയും വേണ്ട. നിങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക. കർത്താവ് നിങ്ങളെ സഹായിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പലപ്പോഴും സാത്താൻ ഇങ്ങനെ ഓരോ ചിന്ത തരും. ദാവീദിന് കൊടുത്തതുപോലെ, എൻ്റെ രാജ്യത്തെ യോദ്ധാക്കളുടെ ബലം ഞാൻ തിരിച്ചറിയണം, അല്ലെങ്കിൽ മറ്റ് ശത്രുക്കൾ ആക്രമിക്കാൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് നേരത്തെ തന്നെ കണക്കെടുത്ത് വെക്കുക. ഇതുപോലെ തന്നെ ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് തോന്നൽ വരും, ഇത് ഞാൻ എന്ത് ചെയ്യും? ചിലപ്പോൾ പരാജയപ്പെടും, മോഡലിന് പരാജയപ്പെട്ടു, അല്ലെങ്കിൽ പല വിധത്തിൽ എത്രമാത്രം ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ആദി കയറും, ഒരു ഉത്കണ്ഠ കയറും. അത് പാടില്ല. മറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങൾ ഭയപ്പെടാതിരിക്കുക, കർത്താവ് സഹായിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് തുറയിലുള്ളവരാണെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുക. മനുഷ്യന് ബലമില്ല, ശക്തിയില്ലെന്നല്ല, അവന് ബുദ്ധിയും ജ്ഞാനവും എല്ലാ കാര്യം അറിയാനും ഗ്രഹിക്കാനും എല്ലാ കൃപ കർത്താവ് നൽകിയിട്ടുണ്ട്. പക്ഷേ അവനിൽ മാത്രം ആശ്രയിക്കരുത്. അവൻ്റെ മുകളിൽ മറ്റൊരു ശക്തിയുണ്ട്, ഒരു പവറുണ്ട്. ആ പവറാണ് ദൈവം. ഹല്ലേലൂയ. യേശു നാമത്തിൻ്റെ ശക്തി എന്നൊക്കെ പറയല്ലേ. യേശു നാമം വിളിച്ച് കരഞ്ഞപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൃപയൊഴുക്കും. ഹല്ലേലൂയ. സംഗീത പുസ്തകത്തിൽ 34-ാം അധ്യായം 9-ഉം 10-ഉം തിരുലിഖിതങ്ങൾ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോഴേ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, നിങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ അന്വേഷിച്ചിട്ടില്ല. അതുകൊണ്ട് പരാജയം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഇനി നിങ്ങൾ പരാജയപ്പെടണമെങ്കിൽ നിന്റെ ദൈവം നിന്നെ പരാജയപ്പെടുത്തണം. അങ്ങനെ നിനക്ക് പറയാൻ കഴിയണം. ഇന്ന് ഈ വചനം കേൾക്കുന്നവർ പറയണം, ഞാൻ തോൽക്കണമെങ്കിൽ എൻ്റെ ദൈവം വിചാരിക്കണം, അല്ലാതെ ഞാൻ തോൽക്കില്ല. ഞാൻ പരാജയപ്പെടണമെങ്കിൽ എൻ്റെ ദൈവം വിചാരിക്കണം. പരാജയപ്പെടണമെങ്കിൽ എൻ്റെ ദൈവം വിചാരിക്കാതെ ഞാൻ പരാജയപ്പെടില്ല. വിജയം എനിക്ക് കർത്താവ് നൽകും. ഹല്ലേലൂയ. 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 കാരണം നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവ്. സഭാനിയ 3:17. സഭാനിയ പ്രവചനം 3-ാം അധ്യായം 17-ാമത്തെ തിരുലിഖിതം. എന്താ? നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യത്തിലുണ്ട്. ഈ ഒരു തിരിച്ചറിവ് വേണം. വിജയം സുനിശ്ചിതം. ഹല്ലേലൂയ. തുടർന്നുള്ള ആരാധനയിൽ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന മേഖലകൾ എനിക്ക് കുറവുണ്ട്, എനിക്ക് ചില പരാജയം എന്നെ കീഴ്പ്പെടുത്തുന്നു, അതെന്നെ ഭയപ്പെടുത്തുന്നു, പരാജയപ്പെടുന്ന ഭയം എന്നെ ചൂട് നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഈ രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നെ സഹായിക്കണമേ എന്ന് ചങ്കുപൊട്ടി വിളിച്ചോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ അഭിഷേകാഗ്നിയിൽ നിങ്ങളുടെ സാക്ഷ്യം പ്രക്ഷേപണം ചെയ്യാൻ തക്ക വിധത്തിൽ ദൈവം നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സംഗീത പുസ്തകത്തിൽ 37-ാം അധ്യായം 4-ാമത്തെ തിരുലിഖിതം. സംഗീത പുസ്തകം 37:4. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ
ആഗ്രഹങ്ങൾ സാധിച്ചു തരും. അതുകൊണ്ട് എല്ലാ ഭയവും ഉത്കണ്ഠയും ആദ്യം മാറ്റിവെച്ച് കർത്താവിൽ ആനന്ദിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക. ആരാധനയെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധന സമയത്ത് കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. നമ്മുടെ ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അവരുടെ പരാജയത്തിൻ്റെ ഭീതി വിട്ടുമാറണം. ഒപ്പം മറ്റ് പലതരത്തിലുള്ള പ്രാർത്ഥനാ നിയോഗങ്ങളുമായി ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന ഓരോരുത്തരെയും, ഇപ്പോൾ ആരാധനയിൽ പങ്കുചേരുന്ന രോഗികളുണ്ട്, അതുപോലെ കടബാധിതക്കാരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ഒത്തിരി പ്രാർത്ഥനാ നിയമങ്ങളുള്ളവരുണ്ട്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെ പരാജയപ്പെടുത്തില്ല, നിങ്ങൾക്ക് വിജയം നൽകുന്ന കർത്താവാണ് ഇപ്പോൾ ഈ അൾത്താരയിലുള്ളത്. കർത്താവ് നിങ്ങൾ ശക്തിപ്പെടുത്തുന്ന സമയമാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. എല്ലാവരും ഉച്ചത്തിൽ ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വിജയം നൽകുന്ന കർത്താവ്, വിജയം നൽകുന്ന കർത്താവ്, സകല പൈശാചിക ശക്തികളെ ബന്ധിച്ച് എല്ലാ ആധിപത്യങ്ങളും തകർത്ത് കർത്താവെ ഭയം ഉത്കണ്ഠയും ആദിയും എടുത്തു മാറ്റി ദൈവം നിങ്ങളെ സഹായിക്കുന്ന സമയം രണ്ട് കാര്യങ്ങൾ ഉയർത്തി എല്ലാ ബന്ധനം കഴിയാൻ ആഗ്രഹിച്ച് ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. സകല പൈശാചികളെ ബന്ധിക്കുന്നു. ഭാവിക്കട്ടെ. സാത്താൻ പരാജയപ്പെടട്ടെ. ആധിപത്യം തകരട്ടെ. വിജയത്തിന്റെ അഭിഷേകം അടിമത്തം തകരട്ടെ. വിടുതൽ നൽകും യേശുവേ, നീക്കണമേ, വിജയം നൽകും യോദ്ധാവേ, സൈന്യങ്ങൾ കർത്താവേ, അടിമത്തത്തിൻ മുഖങ്ങളെ നീക്കണമേ. വിടുതൽ നൽകും യേശുവേ, ബന്ധനമെല്ലാം നീക്കണമേ, മോചനമേകണമേ. ബന്ധനമെല്ലാം നീക്കണമേ, മോചനമേകണമേ. ബന്ധനമെല്ലാം നീക്കണമേ, മോചനമേകണമേ. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞ് ഒരു ധൈര്യം, അഭിഷേകം ഇപ്പോൾ കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഞങ്ങൾക്ക് മുൻപേ പോകണമേ, മലകൾ നിരപ്പാക്കിയിടണമേ. പിച്ചളവാതിൽ തകർക്കണമേ, ഇരുമ്പോടാമ്പലോടിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ.